ഇറാനുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും വാണിജ്യ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നത് ഇറാനോടും ഇസ്രായേലിനോടും സമാധാനം പാലിക്കണം, ഇനി അങ്ങോട്ട് യാതൊരു സംഘർഷം രൂക്ഷമാകാത്ത രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ രാജ്യത്തിനകത്ത് സോഷ്യൽ മീഡിയകളിൽ സംഘപരിവാർ ഗ്രൂപ്പുകളിലൊക്കെ ഒരു ഇറാൻ വിരുദ്ധ പോസ്റ്റുകളും കമൻറ്റുകളും വരുന്നു. ഇസ്രായേൽ അനുകൂല പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു. കൃത്യമായി വർഗീയ അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലായിരുന്നു പോസ്റ്റുകളും കമൻറ്റുകളും എന്നതാണ് ശ്രദ്ധേയം. ദൗസർ, ഈ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യം ഒരു ഔദ്യോഗിക നിലപാട് അറിയിക്കുന്നു, രണ്ട് രാജ്യങ്ങൾക്കും അനുകൂലമല്ല, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളോടും സമാധാനം പാലിക്കണമെന്ന് പറയുന്നു. പക്ഷേ രാജ്യത്തിനകത്ത് ഈ സോഷ്യൽ മീഡിയകളിൽ ഇസ്രായേൽ അനുകൂല പോസ്റ്റുകൾ വരുന്നു. അതിലൂടെ അത് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? അതിലേ ഇപ്പോൾ ഈ ഇറാൻ ഉണ്ടായല്ലോ, ഈ ആക്രമണം ഉണ്ടായ ശേഷം ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, അമേരിക്ക അടക്കം, അവരുടെ ഔദ്യോഗിക പ്രസ്താവനകൾ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഉപയോഗിച്ചുള്ള ഒരു വാക്ക് കീപ് റെസ്ട്രെയിൻറ്റ്, അടങ്ങ്, കുഴപ്പമുണ്ടാക്കരുത്, എസ്കലേഷനിലേക്ക് പോകരുത്. ഇതാണ് ഈ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണ തരില്ല എന്ന് ബൈഡനും പറഞ്ഞു. പക്ഷേ അടിക്കട ഇറാൻ എന്ന് പറഞ്ഞിട്ട് ലോകത്ത് രംഗത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി ഈ സുമേഷ് കാവിപ്പടയും കാസയുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികളാണ്. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ കയറിയാൽ ഇതാണ് ഒരു മഹാൻ ചെയ്യുന്നതെന്ന് പറയാം. ഇറാൻ്റെ ആക്രമണം നടക്കുമ്പോഴും പിന്നെ ടെല്ലവീവിൽ ബീച്ചിൽ വെയിൽ കായുന്ന ഇസ്രായേലികൾ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു. ആക്രമണം നടക്കുന്നത് നട്ടപ്പാതിരക്ക. അപ്പോൾ ഈ മട്ടിലാണ് ഈ സൈബർ സ്പേസ്. അത് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഹിന്ദിയിൽ ഇതിനേക്കാൾ ഭീകരമാണ്. അടിക്കട പോയി അടിക്കുന്നുള്ള. അപ്പോൾ ഇതെന്താണെന്നുള്ള ഒരു കൗതുകകരമായുള്ളൊരു സംഗതിയാണ്. അതേസമയം ദിവ്യ പറഞ്ഞാൽ നമ്മുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. എന്താ അതിൽ പറയുന്നത്? അതിൽ ഇറാനെ ഒരക്ഷരം കുറ്റപ്പെടുന്നില്ല. ഇറാൻ്റെ ഈ ആക്രമണം ശരിയല്ല, മോശമായി, പ്രതിഷേധാർഹമാണ്. ഏറ്റവും മാർദ്ദവമായ വാക്കുപയോഗിച്ചിട്ട് പോലും ഇറാനെ കുറ്റപ്പെടുത്തുന്നില്ല. ആകെ പറയുന്നത് എസ്കലേഷൻ, കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകരുത്, ഡിപ്ലോമസിയാണ് വർക്ക് ചെയ്യേണ്ടത്, പിന്നെ ഡയലോഗാണ് നടക്കേണ്ടത്, കുഴപ്പത്തിലേക്ക് പോകരുത് എന്നതാണ് നമ്മുടെ BJP ഭരിക്കുന്ന, അതാണ് നമ്മൾ മനസ്സിലാക്കുക, BJP ഭരിക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക നിലപാട്. ഇത് പക്ഷേ അപ്പോൾ ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന സംഘപ്രവർത്തകർക്ക്, മിത്രങ്ങൾക്ക് അവരുടെ തന്നെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ. ഒരു പാർട്ടി സോഷ്യൽ മീഡിയയിൽ എന്താണ് പൊസിഷൻ എടുക്കുക? അവരുടെ സർക്കാർ എടുക്കുന്ന പൊസിഷൻ അതിനനുരോധമായിട്ട്, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സ്വഭാവത്തിലാണല്ലോ അവർ ഇതെടുക്കുക. ഇവരങ്ങനെയല്ല. ഇവരുടെ സർക്കാർ എടുക്കുന്ന നിലപാടിൻ്റെ നേർവിരുദ്ധമല്ല, അതിനോട് ചേർന്ന് നിൽക്കാത്തൊരു നിലപാട് സ്വീകരിച്ചിട്ട് അതിഭീകരമായിട്ടുള്ള അങ്ങേയറ്റം വിദ്വേഷം പരത്തുന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങളാണ് അവർ നടത്തുന്നത്. ഇത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഹമാസ് ഈ പ്രശ്നം ഉണ്ടായല്ലോ, ഒക്ടോബർ 7 ആക്രമണം നടക്കുന്നു, പിന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ആ ഒരു പൊസിഷൻ നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്താൽ, ഒക്ടോബർ 7 ആക്രമണം നടക്കുമ്പോൾ പിന്നെ പ്രധാനമന്ത്രി നടന്നതിന് ശേഷം പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിക്കുന്നുണ്ട്, സോളിഡാരിറ്റി, ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിക്കുന്നു, പിന്നെ ഇസ്രായേൽ ടെററിസത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. ശേഷം എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിന് ശേഷം ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നു. ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം എഗൻ മോഡി ഞങ്ങൾ പൂർണ്ണമായി ഇസ്രായേലിനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പുറത്തു വരുന്നുണ്ട്. പ്രസ്താവനയാണ് അദ്ദേഹം നെതന്യാഹുവിനോട് സംസാരിച്ചത്, ഒരു പ്രസ് കമ്മ്യൂണിക്കേറ്റ് പുറത്തു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം തൊട്ടടുത്ത ദിവസം വിദേശകാര്യ വക്താവായുള്ള അരിന്ദം ബഗ്ചിയുടെ പ്രസ്താവന അത് ശ്രദ്ധിക്കണം. മോഡി തലേദിവസം എന്താണ് പറയുന്നത്? ഞങ്ങൾ ഇസ്രായേലിനോടൊപ്പം എന്ന് പറയുന്നു. പക്ഷേ അരിന്ദം ബഗ്ചിയുടെ വിദേശകാര്യ വക്താവിൻ്റെ ഔദ്യോഗിക കുറിപ്പിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല.
അതിലങ്ങനെ ഒരു പ്രയോഗമില്ല. അതിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അതേസമയം അതിനകത്ത് ഓക്കെ കോൺഫ്ലിക്റ്റ് ഒന്നിനും പരിഹാരമല്ല, ഡിപ്ലോമസിയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. എന്നിട്ടൊരു വാചകം കൂടെ ചേർക്കുന്നുണ്ട്, എന്താണ്, ഒരു വയബിൾ ഇൻഡിപെൻഡൻറ്റ് പാലസ്റ്റൈൻ സ്റ്റേറ്റാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം എന്നുകൂടെ പറയുന്നുണ്ട്. ഹമാസിനെ കുറ്റപ്പെടുത്താത്ത, ഇസ്രായേലിന് ഏകപക്ഷീയമായ പിന്തുണ പ്രഖ്യാപിക്കാത്ത, അതേസമയം ഒരു ഇൻഡിപെൻഡൻ്റ് ആൻഡ് വയബിൾ പലസ്റ്റൈൻ സ്റ്റേറ്റ് വേണം എന്ന് പറയുന്ന കുറിപ്പാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വക്താവിൻ്റെ കുറിപ്പായിട്ട് വന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ റെട്ടറിക് ഇത് പുറത്ത് വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഈ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് ഒന്നും അറിയില്ല. ഈ നാട്ടുകാരോട് ഈ മട്ടൻ കറി കഴിച്ച ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് ശീലമുള്ള ഒരാളാണ്. പക്ഷേ വിദേശകാര്യ വകുപ്പിൽ ഉദ്യോഗസ്ഥർ, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അങ്ങനെയല്ലല്ലോ. ഡിപ്ലോമസി എന്ന് പറയുന്നത് അത് വേറൊരു ഏരിയയാണ്. അത് ഈ പറയുന്ന ഇവിടെയുള്ള സുമേഷ് കാവിപ്പടയും കാസയും കരുതുന്നത് പോലത്തെ ഒരു കാര്യമല്ല. ഇത് മനസ്സിലാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു സംഗതിയാണ്. 2023 നവംബർ 13 മറ്റുമാണ് ഈ കേരളത്തിലെ BJPയുടെ ഒരു പ്രസ്താവനയല്ല, സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം തന്നെയാണ് എൻ്റെ ഓർമ്മ. ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. അവരൊരു പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ കേരളത്തിൽ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ നടത്തും. ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ 4-5 കേന്ദ്രങ്ങൾ നടത്തും. അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ റാലി നടക്കുന്നു, CPMൻ്റെ റാലി നടക്കുന്നു, പിന്നെ മലപ്പുറത്ത് ഈ സോളിഡാരിറ്റിയുടെ പരിപാടിയിൽ ഖാലിദ് മിഷൽ ഓൺലൈനായിട്ട് പ്രസംഗിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു വിവാദം നടക്കുന്ന സമയത്താണ് BJP ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്, ഞങ്ങൾ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലികൾ കേരളത്തിൽ 4 കേന്ദ്രങ്ങളായിട്ട് നടത്തുന്നു. അവരാ പ്രഖ്യാപനം നടത്തി. പക്ഷേ ദിവ്യ ശ്രദ്ധിച്ച് നോക്കൂ, ആ പരിപാടി നടന്നിടത്തോ അല്ലെങ്കിൽ ആ പരിപാടിയുടെ പോസ്റ്ററിലോ ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി എന്നില്ല. തീവ്രവാദ വിരുദ്ധ റാലി എന്നേ ഉള്ളൂ. അതിന് നോക്കൂ, അതിൻ്റെ ഒരിടത്ത് പോലും ഹമാസ് തീവ്രവാദ വിരുദ്ധ റാലി എന്നവർ ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രഖ്യാപനം നടത്തി, പക്ഷേ പിന്നെ കാര്യത്തോടെ എടുക്കും. അത് ഡൽഹിയിൽ നിന്ന് നിർദ്ദേശം വന്നായിരിക്കും. കാരണം അത് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ഒരു വിദേശ നയമുണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു നയം സ്വീകരിക്കുക, ഫീൽഡിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വൈരുദ്ധ്യമാണ്. ഇന്ത്യയിൽ ഹമാസ് ഒരു നിരോധിത സംഘടനയല്ല. ഇന്ത്യയുടെ ഔദ്യോഗിക കുറിപ്പിൽ, ഇന്ത്യൻ വിദേശകാര്യ വക്താവിൻ്റെ ഔദ്യോഗിക കുറിപ്പിൽ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഡിപ്ലോമസിയുടെ വഴി സ്വീകരിക്കണം, എസ്കലേറ്റ് ചെയ്യണം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ, ഒരു കോൺഫ്ലിക്റ്റ് തിയേറ്ററിൽ ഇടപെടുന്നതിന് ഒരുപാട് അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇറാനെ കുറ്റപ്പെടുത്താത്തത്? അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പോലെയോ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാളോ പ്രധാനപ്പെട്ടതാണ് ഇറാൻ. നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ സപ്ലയറാണ്, ക്രൂഡ് ഓയിൽ സപ്ലയറാണ് ഇറാൻ എന്ന് പറയുന്നത്. ബില്യൺ കണക്കിന് ഡോളർ ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഇറാനിലെ ഷബാർ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടി പണിയുന്ന പോർട്ടാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുവാൻ പാകിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. പാകിസ്ഥാൻ കവർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യ കാണുന്ന വഴിയാണ് ഈ ഷബഹാർ പോർട്ട് വഴി ഇറാൻ വഴി അങ്ങോട്ട് സെൻട്രൽ ഏഷ്യയിലേക്കും റഷ്യ വരെ നീളാവുന്ന ഒരു കൊറിഡോറായിട്ടാണ് ഇന്ത്യ കാണുന്നത്. അതുകൊണ്ട് ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് പാർട്ട്ണറാണ്, ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. ഇസ്രായേൽ ഓഫ് കോഴ്സ്, ഇറാനുമായുള്ള നമ്മുടെ ബന്ധം 1950 തുടങ്ങിയതാണ് ഔദ്യോഗികമായിട്ട്. ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം 1992 തുടങ്ങുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇമ്പോർട്ട് നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഡിഫൻസ് സെക്ടറിൽ ഇസ്രായേൽ പ്രധാനമാണ്. എനർജി സെക്ടറിലും മറ്റു പല സെക്ടറിലും ഇറാൻ പ്രധാനമാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റിൽ ഏതെങ്കിലും പക്ഷം പിടിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം അങ്ങനെ ചെയ്യില്ല. ഇനി വേറൊരു കാര്യം പറയാം. കഴിഞ്ഞ വർഷം നമ്മുടെ G20 സമ്മിറ്റ് നടന്നു ഡൽഹിയിൽ. ഇന്ത്യക്ക് പ്രസിഡൻസി വന്നത്
ഇതാണ് അതിൻ്റെ പ്രസിഡൻസി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മുടെ ഡിപ്ലോമാറ്റിക് സർക്കിളിലും പൊളിറ്റിക്കൽ സർക്കിളിലൊക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിശകലനം, അത് ശരിയായിട്ടുള്ളൊരു വിശകലനം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ സാധിക്കും എന്ന മട്ടിലൊക്കെയുള്ള വിശകലനങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? അമേരിക്ക കേന്ദ്രീകൃതമായിട്ടുള്ള ഈ അധീശ ന്യൂനപക്ഷങ്ങളുടെ കുറച്ച് രാജ്യങ്ങളുടെ അധീശ രാജ്യങ്ങളുടെ ഒരു ആധിപത്യമാണല്ലോ ലോകത്തുള്ളത്. അതിന് ബദലായി ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരുടെ ഒരു അസേഷൻ, അവർ കുറച്ചും കൂടെ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്ന ആ ഒരു ആശയത്തെ കുറിക്കുന്നതാണ് ഗ്ലോബൽ സൗത്ത് എന്ന പ്രയോഗം. അപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും. അതിൻ്റെ തെളിവാണ് ഇത്രയും ഗംഭീരമായി വിജയകരമായി നടന്ന G20 സമ്മിറ്റ് എന്നൊക്കെയുള്ള വിശകലനം വന്നിട്ട്. അത് ശരിയുമാണ്. കാരണം ഈ ഗ്ലോബൽ സൗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ഒരു സ്റ്റേബിൾ ഡെമോക്രസിയാണ്, 100 കോടിയിലേറെ മനുഷ്യരുണ്ട്, അങ്ങനെയൊക്കെ വളരെ വളരുന്ന ഒരു എക്കണോമിയാണ്, വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ആ ഒരു പൊട്ടൻസ് ഉണ്ട് എന്നെല്ലാവരും കരുതുന്നതാണ്. പക്ഷേ നോക്കണം, ആ സമ്മിറ്റ് G20 സമ്മിറ്റ് കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പറയുന്ന ഗസ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ ഗസ ഡെവലപ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗ്ലോബൽ സൗത്തിലെ എല്ലാ രാജ്യങ്ങളും ആരുടെ കൂടെയാണ് നിന്നത്? ഗസയുടെ കൂടെ, അല്ലെങ്കിൽ ഫലസ്തീൻ്റെ കൂടെ, ഇസ്രായേലിനെതിരെ. അതാണ് ഏറ്റവും ഇസ്രായേലിനെതിരായ പൊസിഷനാണ് എടുത്തത്. പക്ഷെ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ രാജ്യം അവർ ആ ചിത്രത്തിൽ കാണുന്നില്ല. അതാണ് അതിൽ തമിഴ്. അപ്പോൾ നിങ്ങൾ ഗ്ലോബൽ സൗത്തിലെ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ട രാജ്യമാണെങ്കിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ആശയപരമായ ഒരു പരിസരമുണ്ട്, അവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ നിലപാടുണ്ട്. അതിനോട് നിങ്ങൾ എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഇവർക്ക് അത് മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ അത് സാധിക്കാത്തതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവരുടെ ആശയ രൂപീകരണത്തിൻ്റെ ഒരു അച്ചുതണ്ടായി വർക്ക് ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിൽ എന്തിനാണ് ഇവർ ഇസ്രായേലിന് വേണ്ടി ഹരേ ഹുരേ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് ധാരാളം മുസ്ലിങ്ങളെ കൊല്ലുന്ന രാജ്യമാണ്. ദിവസം 100 വെച്ചൊക്കെ കൊല്ലുന്ന രാജ്യമാണ്. അപ്പോൾ അതിനെ പിന്തുണ ഇത് മാത്രമാണ്. അല്ലാതെ ഇത്രയും വൈഡറായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഗ്ലോബൽ പൊളിറ്റിക്കൽ ഡയമെൻഷനുള്ളൊരു ഇഷ്യൂവിൽ ചട്ടപ്പെടോ എന്ന് ഇസ്രായേലിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടണമെങ്കിൽ ഇത് മാത്രമാണ്. വെച്ചാൽ നിങ്ങളൊരു സ്ട്രാറ്റജിക് ലോജിക്കാണോ, ഒരു ഡിപ്ലോമാറ്റിക് ലോജിക്കാണോ, ഇതൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ അതാണ് നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ് നിഷ, നമ്മുടെ ഇന്ത്യയുടെ നയം, വിദേശ നയം, ഈ പുതിയ കോൺഫ്ലിക്റ്റിൽ ആ ഒരു നിലപാട് നമ്മുടെ സംഘ പോരാളികൾ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും ആ കിട്ടിയ ചാൻസ് മുതലാക്കി ഒരു വർഗീയ വിദ്വേഷം പരത്താനുള്ള ശ്രമമാണ് ഈ സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ നയനിലപാടുകൾ എന്താണ്, ഇന്ത്യക്ക് എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ പറയാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളൊന്നും അല്ല ഈ വിഷയത്തിൽ നിലപാട് പറയുന്നവർ, സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആളുകൾ. അവരുടെ വിഷയം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്ന ഒരു ചിന്താധാരയുണ്ട്. ആ ചിന്താധാരയുടെ ശത്രുക്കളുണ്ടല്ലോ, അതേ ശത്രുക്കളായി തന്നെ കാണുന്നവരാണ് ഇസ്രായേൽ. നമ്മൾ മച്ചാന്മാരാണ്, നമ്മൾ അവരെ പിന്തുണയ്ക്കുന്നത് ആണ്. നമ്മളെ മച്ചാനാണ് അപ്പുറത്തുള്ളത്. നമ്മൾ ഒരുമിച്ച് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന വിചാരത്തിന്മേൽ സപ്പോർട്ട് ചെയ്യലാണ്. ഇപ്പം ഇതിനു മുമ്പ് നേരത്തെ ദിവസം പറഞ്ഞ പോലെ ഹമാസിൻ്റെ അറ്റാക്ക് ഉണ്ടാവുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയൊക്കെ ചെയ്തല്ലോ. പിന്നീടാണ് ഇന്ത്യ ഒഫീഷ്യലി ഇന്ത്യയുടെ നിലപാട് ക്ലാരിഫൈ ചെയ്യുന്നത്. പക്ഷേ അന്ന് പറഞ്ഞ വർത്തമാനം പോലും ഇത്തവണ ഇറാൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളൊരു വികസിത എക്കണോമിയായി, ഒരു വികസിത രാജ്യമായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന രാജ്യമാണ്. ആ ഒരു മുന്നോട്ട് പോക്കിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സഹകരണം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഇറാനെ തിരിച്ച് നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്, ഇറാൻ്റെ സഹകരണം നമുക്ക് ഇങ്ങോട്ടും ആവശ്യമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യം ഇറാനാണ്. നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഒരു വർഷം ഏതാണ്ട് $15-16 ബില്യൺ നമ്മൾ അവർക്ക് കൊടുക്കുന്നു. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പൈസ രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അവിടുത്തെ സെൻട്രൽ ബാങ്ക്, നമ്മുടെ റിസർവ് ബാങ്കും തമ്മിലൊരു കറൻസി സ്വാപ്പിംഗ് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ സവിശേഷ സ്വഭാവമുള്ള കരാറാണ്. ലോകത്തെ എല്ലാ
രാജ്യങ്ങളായിട്ട് നമുക്കതില്ല. രൂപയിൽ പൈസ കൊടുത്ത് നമ്മൾ ക്രൂഡ് വാങ്ങിക്കുകയാണ്. ഈ ഉപരോധത്തിൻ്റെ എല്ലാം ഇറാൻ വലിയ ഉപരോധം നേരിടുന്ന രാജ്യമാണ്. അതിനിടയിൽ നമ്മൾ ഇളവുകളിലൂടെ ക്രൂഡ് വാങ്ങിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ആ ബന്ധം അവരുമായിട്ട് നമുക്കുണ്ട്. രണ്ടാമത്തെ നേരത്തെ വന്ന ഈ ഷബാർ തുറമുഖം, ആ തുറമുഖം ഉണ്ടാക്കുന്നതിന് നമുക്ക് വ്യാവസായികമായ താല്പര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞാൽ മധ്യേഷ്യയിലേക്കുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. സൂയസിനെ നമ്മൾ പരിധി കവിഞ്ഞ് ആശ്രയിക്കാതെയുള്ള ആ ഓപ്പണിങ്ങിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തന്ത്രപ്രധാന സ്വഭാവം അതിനുണ്ട്. നയതന്ത്രപരമായിട്ട് അതിനുണ്ട്. ഗ്വാഡർ എന്ന് പറഞ്ഞൊരു തുറമുഖം ഉണ്ടാക്കുന്നുണ്ട് ആര്? ചൈനയും പാകിസ്ഥാനും കൂടി. ആ തുറമുഖത്തിന് കച്ചവടപരമായ ബദൽ സൃഷ്ടിക്കാനാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ നമ്മൾ എന്തിനു ഇവിടെ ഇറാനിലെ ഈ തുറമുഖത്തിന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മളൊരു അന്താരാഷ്ട്ര ഗതാഗത ഇടനാഴി പ്രോജക്റ്റിൽ 2016 നരേന്ദ്രമോദി അവിടെ പോയി ടെഹ്റാനിൽ പോയി ഒപ്പുവെച്ചിട്ടുണ്ട്. അത്രയും പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പറഞ്ഞ പെട്രോ കെമിക്കൽ, ഇന്ധനം, മറ്റേ വളം, ഈ പറഞ്ഞ പ്രോജക്റ്റുകളുണ്ടല്ലോ, അതിൻ്റെ ഗവേഷണ പദ്ധതികൾക്ക് വേണ്ടി തന്നെ നമ്മൾ ഏതാണ്ട് $20 ബില്യൺ സഹായം ഓഫർ ചെയ്തിട്ടുള്ള രാജ്യമാണ്. എന്ന് വെച്ചാൽ അത്രയും അടുത്ത ബന്ധം നമുക്കുണ്ട്. അതുമാത്രമല്ല, ഇറാനുമായിട്ട് ഇറാൻ പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം അതിൻ്റെ എന്ന് പറയപ്പെടുന്ന 2 രാജ്യങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. 2 രാജ്യങ്ങളാണ് ഇറാനും ഇന്ത്യയും. ആ നിലയ്ക്കുള്ള ജോയിൻറ്റ് ഓപ്പറേഷൻസ് ആൻഡ് പദ്ധതികൾ പലപ്പോഴായിട്ടുള്ള സംയുക്ത പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. സോ ആ നിലയ്ക്കെല്ലാം ഇറാനും നമ്മളും തമ്മിൽ സവിശേഷമായ ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞാൽ 1950 ഉണ്ടാക്കിയ ബന്ധം. അതിനിടയ്ക്കിൽ പലതരത്തിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴേറ്റവും ഏറ്റവും ബെറ്ററായി നിൽക്കുന്ന മികച്ച ബന്ധമാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെയും ഗവൺമെൻറ്റിൻ്റെ മൗത്ത് പീസ് ആയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയും ഇന്ത്യയും ഇറാനും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധം ഇതാ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വന്നതിന് ശേഷം ഇറാനും നമ്മളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായിരിക്കുന്നു. അത് നമ്മുടെ സമ്പദ്ഘടനയെ കൂടുതൽ വലുതാക്കാൻ പോകുന്നു. ലോകത്തെ വ്യാപാര മേഖലയിൽ നമ്മളെ ചാമ്പ്യനാക്കാൻ പോകുന്നു എന്ന് തന്നെ ലേഖനങ്ങൾ എഴുതി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇറാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണ്, ഇറാൻ ഈ കാണിക്കുന്നത് ഇസ്രായേലിനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, ഇറാൻ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ജസ്റ്റിഫിക്കേഷൻസ് ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കോൺസുലേറ്റ് ആക്രമിച്ചതിനുള്ള മറുപടിയാണ് അവർ പറയുന്നത്. വെറുതെ ഒന്നുമല്ലല്ലോ. ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇറാൻ ചെയ്തത് ഏകപക്ഷീയമായ അതിക്രമമാണ്, ഇറാനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞു വന്നോ? ഇല്ല. ഹമാസിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇസ്രായേലിന് അവകാശമുണ്ട്, ഭീകരതയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിന് അവർക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അമേരിക്ക പോലും ഇസ്രായേലിനെ ഇറാൻ ഈ ചെയ്യുന്ന അന്യായമാണ്, ആ അന്യായത്തിൽ നമ്മൾ നിൽക്കില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഇന്ത്യക്ക് ആ കാര്യത്തിൽ ഒരു പൊസിഷൻ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇറാനെ ഇന്ത്യ ഇപ്പോൾ ഇസ്രായേൽ തീർക്കാൻ ഇന്ത്യ കൂട്ടു നിൽക്കുമെന്ന് വൃഥാ വിചാരിക്കുന്ന മനുഷ്യർ ഇന്ത്യ എന്തുമാത്രം പൈസ ഇറാനിൽ ഇറക്കിയിട്ടുണ്ട് എന്നത് മാത്രമെങ്കിലും നോക്കിയാൽ മതി. ഇറാൻ നമ്മുടെ കൂടെ നയതന്ത്രപരമായും കച്ചവടപരമായും നിന്നാൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ചൈന എന്ന് പറയുന്ന വലിയ ത്രെട്ടിനെ മറികടക്കാൻ ഇറാനിൽ ഉണ്ടാക്കുന്ന തുറമുഖം നമുക്ക് എന്തുമാത്രം ഗുണം ചെയ്യുന്നതാണ് എന്നതൊക്കെ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ആവേശത്തിൻ്റെ തിളപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ ഘോരം സോഷ്യൽ മീഡിയകളിൽ വാദിക്കുന്ന നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യം ഇറാനുമായും അതുപോലെ തന്നെ ഇസ്രായേലുമായും വാണിജ്യ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇതുവരെയും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിനു ശേഷം ഇതുവരെയും നമ്മുടെ രാജ്യം ഇറാനെ അനുകൂലിച്ചോ എതിർത്തോ അല്ലെങ്കിൽ ഇസ്രായേലിനെ അനുകൂലിച്ചോ എതിർത്തോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നതുകൂടി നിങ്ങൾ ഓർക്കുക.